ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ നമ്മൾ വീട്ടിലാണ് കേട്ടോ ഉള്ളത്, ലീവാണ്. അപ്പോൾ അതാണ് 2-3 ദിവസങ്ങളായിട്ട് വീഡിയോസ് അങ്ങനെ ഇടാത്തത്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ വീടും ചുറ്റുപാടങ്ങളൊക്കെ. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്, കുറേ കാലമായി എടുത്തിട്ട്. അതിൻ്റെ ഒരു ഇത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ വീട്, കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതാ നമ്മുടെ വീടിൻ്റെ മുന്നിലായിട്ട് മൊത്തം മരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു വീടും ചുറ്റുപാടും. തൊട്ടടുത്തൊക്കെ വീടുണ്ട് കേട്ടോ, ഇവിടെയൊക്കെ വീടുണ്ട്. ഒക്കെ ഒരു സൈലൻ്റായിട്ട് മൊത്തത്തിലൊരു ശാന്തമായൊരു അന്തരീക്ഷമാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണം, വിശാഖിൻ്റെ വീട്ടിൽ. അവൻ്റെ കല്യാണമൊക്കെയാണ്. അപ്പോൾ അവിടെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് പണിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് നിന്ന് സെറ്റപ്പായി കൊടുക്കണം. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് വിടാം. അപ്പോൾ നമ്മൾ ചിക്കൻ വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമ്മൾ ചിക്കൻ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നത്തെ റേറ്റ് 150 രൂപയാണ് ചിക്കന്. അപ്പോൾ ഗൈസ് നമ്മളിതാ ചിക്കനും വാങ്ങിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട് നിന്ന് കുറച്ച് 2 കിലോമീറ്റർ അപ്പുറം പോയിട്ടാണ് ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വാങ്ങി വരുന്നത്. നമ്മുടെ വിശാഖിൻ്റെ വീട്ടിൽ കുറച്ച് പരിപാടിയുണ്ട്, അപ്പോൾ അവൻ വാങ്ങാൻ വേണ്ടി വിട്ടതാണ്. അപ്പോൾ നമ്മൾ ചിക്കനും വാങ്ങിയതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ നാട്. ഇങ്ങനത്തെ ചെറിയ ചെറിയ റോഡുകളും ഇതുപോലുള്ള വീടുകളൊക്കെയാണ്. ചെറിയൊരു ഗ്രാമപ്രദേശമാണ് കേട്ടോ. ഇവിടെയൊക്കെ മൊത്തം വാഴത്തോട്ടങ്ങളും, വാഴത്തോട്ടം എന്നല്ല, സൈഡിൽ കുറച്ച് വാഴയൊക്കെ വെച്ച് പിടിപ്പിച്ചതാണ്. അതാണ് കൃഷിയും കാര്യമായിട്ടൊന്നുമല്ല. ഇപ്പോൾ 2 സൈഡിലും നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ അടിപൊളി ഒരു സ്ഥലം തന്നെയാണ്. ഓക്കെ, നമ്മൾ ചിക്കൻ വാങ്ങിയതാ വിശാഖിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടേ. ഇവിടെ കാര്യമായ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓട് വെക്കൽ. ഇപ്പോൾ ബച്ചിയും വിശാഖും കൊണ്ട് ഇവിടുന്ന് തകൃതിയായിട്ട് ഓട് വെച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ബാക്കി പരിപാടിയൊക്കെ ചെയ്യാനുണ്ട്. ഇവിടെയൊക്കെ ഇവ റെഡിയാക്കി ഇനി മുറ്റത്തിൻ്റെ അവർക്കുണ്ട്. ഈ സൈഡ് മൊത്തം നമ്മളിനി ഓട് വെച്ച് റെഡിയാക്കണം. അപ്പോൾ ഗൈസ് മൊത്തം ഇടിപെട്ട് പണിയാണ്. നമ്മൾ ഓടൊക്കെ ഇവിടുന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബച്ച് ചെയ്ത തെങ്ങും ചാരി നിൽക്കുന്നുണ്ട് കേട്ടോ. കല്യാണ ചക്കൻ ഇതാ ഓട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത സെറ്റപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഈ ഓട് മൊത്തം നമുക്ക് വെക്കാനുള്ളതാണ്. അപ്പോൾ അത് ഈ ഓടൊക്കെ നമുക്ക് കട്ട് ചെയ്യാനുള്ളതാണ്. ഈ ലൈനിൽ കൂടെ കട്ട് ചെയ്ത് റെഡിയാക്കണം. സാധനം കട്ടായിട്ടുണ്ട് കേട്ടോ. മൊത്തം പൊടി പാറും പ്രകടനാണ് കേട്ടോ. ഇവിടെയൊക്കെ കളറ് മാറി ഫുൾ പൊടി. അപ്പോൾ അത് ആശാനത് കൊമ്പത്തിരുന്ന് ഓടിൻ്റെ അളവൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബച്ച് ഇതാ ഓടുമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇവിടെ പരിപാടി തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേറെ കാര്യമുണ്ട്, വീട്ടിലേക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കൊടുക്കാനുണ്ട്. അപ്പോൾ ഒന്ന് വീട്ടിൽ പോകണം. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ചെക്കൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനൊന്ന് കാണും. അപ്പോൾ ഗൈസ് ചായ ഒക്കെ കുടിച്ച് റെസ്റ്റിലാണ് കേട്ടോ. നമ്മുടെ ബച്ച് ഇവിടെ ഉണ്ട്. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇതാ ഇത്രത്തോളം വെച്ച് കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ഓടിൻ്റെ പരിപാടിയൊക്കെ നല്ല കളറായിട്ടുണ്ട്. ഇങ്ങനെ വെച്ചിതാ ലാസ്റ്റ് അവിടെ എത്തിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് വെക്കണം. അപ്പോൾ നമ്മുടെ ബച്ചയൊക്കെ ഇവിടെ റെസ്റ്റിലാണ് കേട്ടോ. നമ്മളെ ചെക്കൻ ഇവിടെ നിൽക്കുന്നുണ്ട്. കല്യാണ ചെക്കൻ ഇത് അവിടെ നിന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരിപാടി ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അവസാന ഘട്ടത്തിലാണിപ്പോൾ. ചെറിയൊരു പീസ് ഒപ്പിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട്. ഇവനെ കൊണ്ടാക്കണം.
പൊട്ടി തെറിച്ചാണ്, ഇവനെ കൊണ്ട് ഒരു രക്ഷയുമില്ല. അപ്പോൾ കേസ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ തന്നെ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ബൈക്കിൻ്റെ ചെയിന് വളരെ ലൂസാണ് കേട്ടോ, പാല് വല്ല ലൂസാണ്. അപ്പോൾ ഇത് അഡ്ജസ്റ്റർ മൊത്തം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ചെയിന് കട്ട് ചെയ്യണം, എൻ്റെ ഒന്ന് ശരിയാക്കണം. ഒരുപാട് കാലമായി വണ്ടി എടുത്തിട്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പണി തുടങ്ങിയിട്ടുണ്ട്. വെയറിംഗ് ഒക്കെ പോയി കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചെയിന് ഇനി കട്ട് ചെയ്യണം, മൊത്തം കഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ ഇനിയിപ്പോൾ ഈ വെയറിംഗ് മാറ്റണം. ഇതൊക്കെ പോയി. നമ്മുടെ ചെയിൻ ഇത്രത്തോളം ലൂസാണ്. ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. കുറച്ച് ചെറിയ പരിപാടി ഉണ്ട് കേട്ടോ.